വേഗം ഇങ്ങോട്ട് വരൂ. ദേ വീട്ടില് കറണ്ട് കിട്ടിട്ടോ. ഓ ഇത്ര പെട്ടെന്ന് കിട്ടുമെന്ന് നോൻ കരുതിയില്ലാട്ടോ. ഈ സ്വിച്ച് ഇങ്ങനെ ഇട്ടാൽ മതി. ഹൈ അതിശയം തന്നെയാണട്ടോ ഓരോരോ കണ്ടുപിടുത്തങ്ങളെ. അപ്പോഴേ സാവിത്രി, നമ്മെ അറിയാതെ എങ്ങാനും കറണ്ട് അടിച്ചാ എന്താ ചെയ്യാ? അറിയോ? ഓ, അതിനൊരു വലിയ സ്വിച്ച് അകത്ത് വെച്ചിട്ടുണ്ട്. അതിൽ പിടിച്ച് താത്തിയാൽ മതി ഇത്രേ. അങ്ങനൊരു സ്വിച്ച് ഉണ്ടോ? എനിക്കത്ര വിശ്വാസം ഇല്ലാട്ടോ. ഏതായാലും ഒന്ന് നോക്കട്ടെ. ഇത് താത്തിയ കറണ്ട് അടിക്കില്ലാന്ന് ഉറപ്പാണല്ലോ, ഇല്ലേ? അങ്ങനെ ആ ഓഫീസർ പറഞ്ഞത്. പാച്ചാ, പാച്ചാ ഇങ്ങോട്ട് വരിക. വരുന്ന തിരുമേനി. പാച്ചാ, ആ വയറ് രണ്ടും അങ്ങോട്ട് കൂട്ടിപ്പിടിക്കുക. എന്തിനാ തിരുമേനി? എന്റെ കഴുത്ത് കെട്ടി തൂക്കാൻ ശുംഭൻ നിന്നോട് പറയേണ്ടത് അങ്ങോട്ട് കേൾക്കുക. ഇങ്ങോട്ട് ചോദ്യമൊന്നും വേണ്ട കേട്ടോ. അയ്യോ അയ്യോ അയ്യോ. അപ്പോ ആ ആഫീസർ പറഞ്ഞത് നേരാ അല്ലേ പാച്ചാ? എന്താ തിരുമേനി? അല്ല, ഷോക്കടിച്ചാൽ ഈ സ്വിച്ച് അങ്ങോട്ട് താത്തിയാ മതിയെന്ന് പറഞ്ഞത്രേ. സത്യം തന്നെയാണ് കേട്ടോ. അലൈപ്പായുതേ കണ്ണാ നിൻ മനമികിൽ അലൈപ്പായുതേ. തിരുമേനി തിരുമേനി, ദേ കിട്ടി. എന്ത് കിട്ടിയെന്നാ ശുംഭ നീ പറയണത്? ആനമുട്ട കിട്ടിയെന്നാണോ? അല്ല തിരുമേനി, ദേ ഇത് കണ്ടോ? എന്താ അത്? വല്ല കല്യാണക്കുറിയാണോ? ഒരു സദ്യ ഉണ്ടിട്ട് നാളായേ. ഈ തിരുമേനിക്ക് എപ്പ നോക്കിയാലും തീറ്റയുടെ വിചാരമുള്ളൂ. എന്റെ തിരുമേനി, ഇത് കല്യാണക്കുറിയൊന്നും അല്ല. അല്ലേ? പിന്നെന്താ? അങ്ങനെ പറയാ തിരുമേനി. ഇന്നാളാ വിശാലാക്ഷിക്ക് കുളക്കടവിൽ വെച്ച് ഒരു കത്ത് കൊടുത്തില്ലേ, അതിനുള്ള മറുപടിയായത്. ഓ രസികത്തി രസികത്തി. അതെ പാച്ചാ, ഇവിടെ വെച്ച് നോക്കണ്ടാട്ടോ. സാവിത്രി ഇവിടെ ഉണ്ടേ. പിന്നാമ്പുറത്തേക്ക് പോരെ. ഔ കണ്ണടെടുക്കാൻ വിട്ടു. ഏതായാലും നീ അങ്ങോട്ട് വായിച്ചോളൂ, നോൻ കേട്ടോളാം. ശരി തിരുമേനി. എത്രയും സ്നേഹം നിറഞ്ഞ എന്റെ പൊന്ന് തിരുമേനിക്ക് വിശാലം എഴുതുന്നു. ഹൈ കേട്ടിട്ട് നോമിന് ഇക്കിളി ആവണു. പാച്ചാ വേഗം വായിച്ചോളൂ. ഒരു രഹസ്യം പറയാനാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. നിർത്തുക പാച്ചാ, നിർത്താൻ. എന്താ തിരുമേനി? ഇനി താനാ ചെവി രണ്ടും കൊണ്ട് പൊത്തിക്കോളൂ, എന്നിട്ട് വായിച്ചാ മതി. അവള് എന്നോട് പറയണ രഹസ്യം താനെങ്ങനെ കേൾക്കണ്ട.